നജീബിനോടൊപ്പം ഈ ജില്ലയിലെ 9 നിയോജകമണ്ഡലങ്ങൾ നടന്ന് ഇവിടെ എത്തിയ ജാഥ അംഗങ്ങളായ എൻ്റെ സഹപ്രവർത്തകരെ, ഈ ജാഥയെ ഇന്ന് രാവിലെ മുതൽ ചാലിക്കര നിന്ന് ഇതുവരെ അനുഗമിച്ച ഈ നിയോജകമണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, വേദിയിലുള്ള ഒരുപാട് പ്രമുഖരായ ആളുകൾ ഈ വേദിയിലുണ്ട്. മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും സമുന്നതരായ നേതാക്കളാണ് അവരൊക്കെ പ്രത്യേകമായി പേരെടുത്ത് തന്നെ അഭിസംബോധന ചെയ്യേണ്ടവരാണ്. പക്ഷേ സമയദൈർഘ്യം ഭയന്ന് ഞാനതിന് നിൽക്കുന്നില്ല. ഇനി 1.25 മണിക്കൂർ മാത്രമേ ഈ മൈക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നിയമം അനുസരിച്ച്. നമ്മൾ നിയമം ലംഘിക്കുന്നവരല്ല മുസ്ലിം ലീഗുകാർ. അതുകൊണ്ട് തന്നെ ഉദ്ഘാടന പ്രസംഗമടക്കം ധാരാളം വളരെ നല്ല പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനുമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും മുതിരുന്നില്ല. ഇവിടെ സന്നിഹിതരായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരന്മാരെ, നാട്ടുകാരെ, കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഉചിതമായൊരു മുദ്രാവാക്യവുമായി ഈ ജില്ലയിൽ ഒട്ടാകെ സഞ്ചരിക്കുകയാണ്. അതിനുള്ള തീരുമാനമെടുത്ത് ഈ ജില്ലയിലെ എല്ലാ വീടുകളിലും ഇതിൻ്റെ സന്ദേശമെത്തിച്ച് ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ സമയം വരെ ജില്ലയിൽ നടന്ന് ഇവിടെ എത്തിച്ചേർന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പേര് കേട്ടാൽ പോലും ഭീതി തോന്നുന്ന ഒരു പേരാണ് നരേന്ദ്രമോദിയുടേത്. ആ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം നരേന്ദ്രമോദിയുടെ പ്രവർത്തനം നേരിട്ട് അന്വേഷിച്ചാൽ ഏതെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പ്രവർത്തനം എല്ലാ കാര്യത്തിലും വളരെ ഉഷാറാണ് എന്ന് പറയുന്ന ആളുകളാണ് ധാരാളമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വളരെ കാര്യമായ ഇടൻ അജണ്ടയോടുകൂടിയാണ് ഈ ഭരണം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അധികം പ്രയാസമില്ല, അധികം ബുദ്ധിയുള്ള ആളാണെന്നില്ല. ഈ ഭരണം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകമാണ് ഈ ഭരണത്തിലെ ന്യൂനപക്ഷ കാര്യമന്ത്രി എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ പിറന്ന ഒരു മന്ത്രി, ഒരു സ്ത്രീ അന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ OBCയിൽ പെടേണ്ടതില്ല, അവർ പിന്നോക്കമല്ല, അവരിവിടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമുദായമാണ്. അതുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്നും അവരെ നീക്കം ചെയ്യണം. ആദ്യത്തെ വെടി അത് ഈ രാജ്യത്തെ മതേതരവാദികൾ, ഈ രാജ്യം ഇന്ത്യ രാജ്യമാണ്, ഇവിടെ മഹാത്മജിയുടെ നാടാണ് ഇന്ത്യ രാജ്യം. ഇവിടെ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചവരാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ. അതിൻ്റെ മുൻപന്തിയിൽ ജീവൻ നൽകാൻ തയ്യാറായി മുൻപന്തിയിലുണ്ടായിരുന്ന മൗലാന മുഹമ്മദിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും ഒക്കെ സമൂഹത്തിനെ നോക്കി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ ഈ രാജ്യത്തെ സഹോദര സമുദായങ്ങൾ തയ്യാറല്ല എന്ന കാര്യം ഉറപ്പാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ ന്യൂനപക്ഷ കാര്യമന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ രാജ്യത്തൊട്ടാകെ പ്രതിഷേധമുണ്ടായി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇടപെട്ട് ഈ മന്ത്രിയെ താക്കീത് ചെയ്തു, ഇനിമേലിൽ അങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കരുത്. പ്രധാനമന്ത്രി പിന്നീട് മൗനിയായി. ഈ മന്ത്രിയും അതിനെ സംബന്ധിച്ച് പിന്നീട് സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു, ഭഗവത്ഗീത ഈ രാജ്യത്തിന്റെ ഗ്രന്ഥമാക്കാൻ പോവുകയാണ്, അതിനെ സംബന്ധിച്ച് പരിഗണിക്കുന്നുണ്ട് ഗവൺമെന്റ് എന്ന്. അതിവിടെ വലിയ വിവാദമായപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഭഗവത്ഗീതക്ക് എതിരല്ല, ഞങ്ങൾ അതിനെതിരല്ല. പക്ഷേ ഈ രാജ്യം നമ്മുടെ മഹാത്മാഗാന്ധിജി അടക്കമുള്ള മഹാരഥന്മാരായ രാജ്യസ്നേഹികൾ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം നടത്തിയപ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യത്ത് പല തരത്തിലുള്ള ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്നും ജീവിക്കുന്ന ഈ നാട്ടിൽ വെച്ച് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, ഏതെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ തന്നെയായ പരിശുദ്ധ ഗ്രന്ഥം ഈ രാജ്യത്തിന്റെ ഒരു ഗ്രന്ഥമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചെന്ന് വരില്ല. ആർക്കും മതേതര ഇന്ത്യക്ക് അത് സഹിക്കാൻ സാധിച്ചെന്ന് വരില്ല. വിവാദമായി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽ നിന്നല്ല അതിൻ്റെ ആദ്യത്തെ പ്രതികരണം ഉണ്ടായത്. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം അതിനെതിരായി സംസാരിച്ചത്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതരവാദികളായ
നമ്മുടെ രാജ്യത്തെ രാജ്യസ്നേഹികളായ രാജ്യത്തിന്റെ പാരമ്പര്യം മനസ്സിലാക്കുന്ന, അറിയുന്ന, അത് ഈ ലോകം അവസാനിക്കുന്നത് വരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നും, ഇവിടുത്തെ പത്രപ്രവർത്തകരിൽ നിന്നും, ബുദ്ധിജീവികളിൽ നിന്നും, അതുപോലെയുള്ള രാജ്യത്തിന്റെ ഏറ്റവും പ്രഗത്ഭരായ, രാജ്യം ശ്രദ്ധിക്കുന്ന പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞു ഇത് മോശമാണ്, ഇത് ഇന്ത്യക്ക് യോജിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിക്ക് തോന്നി ഈ പരിപ്പും വേവാൻ സാധ്യതയില്ല. ഉടനെ വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജിനെ വിളിച്ച് താക്കീത് ചെയ്തോ ചെയ്തില്ല എന്നറിയില്ല. വാർത്ത വന്നു, പ്രധാനമന്ത്രി പറഞ്ഞു ഇതുപോലെ പറയരുത്, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറ്റൂല. അത് കഴിഞ്ഞ് വേറൊരു മന്ത്രി, ഇവിടെ എല്ലാവരും രാമന്റെ മക്കളാണ്, രാമന്റെ സന്ദേശമാണ് ആ ജീവിതത്തിൽ പകർത്തേണ്ടത്, രാമന്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകട്ടെ, മറ്റവരാണെങ്കിൽ റോമിലേക്ക് പോകട്ടെ, അങ്ങനെ ഓരോരുത്തർക്കും വേറെ വേറെ രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ പോയിക്കോട്ടെ, ഇന്ത്യയിൽ വേണ്ട എന്നുള്ള വെടിയാണ് ആദ്യം പൊട്ടിയത്. കഴിഞ്ഞ കുറച്ച് മാസമായിട്ടുള്ള 7 മാസത്തോളായിട്ടുള്ള ഈ ഭരണം അധികാരത്തിലേറിയിട്ട് അവിടെയാണ് ഈ 7 മാസത്തിന്റെ ഇടയിൽ ഇത്തരം സംഗതികൾ ഇനി ഒരുപാടുണ്ട്. സമയദൈർഘ്യം എന്ന് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. സാദിഖലി വളരെ വിശദമായ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോഴും പ്രതിഷേധം വന്നു. രാജ്യത്തെ മതേതരവാദികൾ, രാജ്യത്തെ ജനാധിപത്യവാദികൾ, രാജ്യത്തെ അഖണ്ഡതയും മതേതരത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സ്വാതന്ത്ര്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പരിപാവനമായ നമ്മുടെ ഭരണഘടന ആരെങ്കിലും വിളിച്ച് പിച്ചിച്ചീർന്ന ഒരു സ്ഥിതിയിലേക്ക് രാജ്യം പോകരുതെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളൊക്കെ അതിന് പ്രതിഷേധവുമായി വന്നു. അപ്പോഴും പറഞ്ഞ ആ മന്ത്രിയെ താക്കീത് ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രി താക്കീത് ചെയ്തിട്ടുണ്ട്. ചെയ്തത് ആരും കേട്ടിട്ടില്ല, ആരെങ്കിലും കേട്ടിട്ടില്ല. പത്രങ്ങളിൽ അങ്ങനെ വാർത്ത വരുന്നു, പ്രധാനമന്ത്രി താക്കീത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം വേറൊരു വാർത്ത, പാർലമെന്റിൽ അല്ലെങ്കിൽ പുറത്ത് MP-മാരൊക്കെ തോന്നിയ രൂപത്തിൽ പ്രഖ്യാപനം നടത്തുകയല്ലേ. ഈ ഭരണം 5 കൊല്ലം തികയുമ്പോഴേക്ക് ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളതിന്റെ സൂചനകൾ വിളംബരം ചെയ്തുകൊണ്ട് ഓരോരുത്തരും തോന്നിയ പ്രസ്താവനകൾ നടത്തുകയാണ്. അപ്പോ അതെല്ലാം ഇവിടെ രാജ്യം വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കാശ്മീരിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പുകൾ അനുകൂലമായി മാറാൻ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയ ഈ പ്രധാനമന്ത്രിയായ നമ്മുടെ മോഡി സമൂഹത്തിന്റെ കണ്ണിൽ ഇപ്പോൾ ഭരണമേറ്റെടുത്തതിന് ശേഷം, മുഖ്യമന്ത്രിയായപ്പോൾ അവിടെ നരഹത്യയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ എന്നറിയുന്ന ആളുകൾ പ്രധാനമന്ത്രി കസേരയിലേക്ക് കയറുന്നതിന്റെ തലേ ദിവസവും ആരോ ചോദിച്ചു അതിൽ വല്ല പ്രയാസവുമുണ്ടോ അങ്ങേക്ക് എന്ന് ചോദിച്ചപ്പോൾ, എന്ത് പ്രയാസം, ഞാൻ സഞ്ചരിക്കുന്ന കാറിന്റെ പിന്നിലെ ടയറിൽ ഒരു പട്ടി കയറിയാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാവുകയില്ലേ, അതല്ലേ, അതുപോലെയുള്ളത് എനിക്കുണ്ട് എന്ന് പറയാൻ മടി കാണിക്കാത്ത ഈ മനുഷ്യൻ ഇപ്പോ എല്ലാവരുടെയും ആളായിട്ട് മുഖം മിനുക്കാനുള്ള ശ്രമത്തിലാ. നമ്മൾ വളരെ അപകടകരമായ ഒരവസ്ഥയിലാ. ആ സമയത്ത് മുസ്ലിം യൂത്ത് ലീഗ് വർഗീയതയെ ചെറുക്കുക, പൗരബോധം വളർത്തുക എന്ന മുദ്രാവാക്യവുമായി ഒരു ജാഥ നടത്താൻ തീരുമാനിച്ചത്. കൃത്യമായ ഒരു സമയത്താണ് നടത്തുന്നത്. നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ അദ്ദേഹം അന്ന് ലക്ഷക്കണക്കിലായ അനുയായികളെയുമായി ബുദ്ധമതത്തിലേക്ക് പോവുകയുണ്ടായി, ഇവിടെ ജീവിക്കാൻ പറ്റായിട്ട്. അങ്ങനത്തെ ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ തിരിച്ചിട്ട് ദളിതിലേക്കും അതുപോലെയുള്ള ഈ അവഗണിക്കപ്പെട്ടു വരുന്നവരൊക്കെ മാറുമറിക്കാൻ സമ്മതമില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ, ഒരു സ്ത്രീ സമൂഹം. അവരൊക്കെ ഗർവാപസിയായി പോയാൽ ഇവിടുത്തെ കഥ എന്തായിരിക്കും? നമ്മൾ അതിലേക്ക് കടക്കണ്ട. അങ്ങനെയുള്ളൊരവസ്ഥ രാജ്യത്ത് നേരിടുകയാണ്. ആ സമയത്താണ് യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു ജാഥയുമായി പോകുന്നത്. ഞങ്ങളുടെ സന്ദേശം ഞങ്ങളെല്ലാവരോടുമായി പറയുകയാണ്, നമ്മുടെ രാജ്യം അഭിമാനകരമായ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ്. 7 പതിറ്റാണ്ടിന്റെ അഭിമാനകരമായ പാരമ്പര്യമുള്ള ഈ രാജ്യം എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഇതിൽ നിന്നും പിന്മാറാൻ പാടില്ല. നമുക്കൊരു ഭരണഘടനയുണ്ട്, പരിപാവനമായ ഭരണഘടന. ഇന്ത്യക്കാരന് ഏത് ജാതിക്കാരനായാലും ഏത് മതക്കാരനായാലും അഭിമാനിക്കാൻ വകയുള്ള ഒരു ഭരണഘടന നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ പൂർവികർ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ലോക അവസാനം വരെ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന് മുഴുവൻ അഭിമാനിക്കാൻ വകയുള്ള തോതിലുള്ള ഒരു ഭരണഘടന നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ ഭരണഘടനയ്ക്ക് ഒരു പോറലുമേൽക്കാതെ, ആ മതേതര ആശയമുള്ള ഭരണഘടനയ്ക്ക് ഒരു പോറലുമേൽക്കാതെ ഈ ലോകാവസാനം വരെ നിലനിൽക്കണമെങ്കിൽ എല്ലാവരും ഒരുമിക്കണം, വർഗീയതയെ പൂർണ്ണമായി ചെറുക്കണം, പൊതുബോധം വളരണം. അത് തന്നെയാണ് ഈ ജാഥയുടെ ലക്ഷ്യം. ഞങ്ങളുടെ കുട്ടികൾ ഈ 13 ദിവസത്തെ ജാഥ നടത്തി വടകരയിൽ സമാപിക്കുകയാണ്. ഈ 13 ദിവസത്തിനിടയിൽ
മുസ്ലിമീങ്ങൾ മാത്രമല്ല ഇതിൽ അണിനിരന്നത്, ഒരുപാട് ആളുകൾ ഇതിൽ അണിനിരന്നിട്ടുണ്ട്, നേതാക്കന്മാരെ ഒരുപാട് ആളുകൾ. ഇന്നലെ കൊയിലാണ്ടിയിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രസംഗിച്ചു പോയതിനു ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. നജീബിന്റെ ജാഥ ഗംഭീരമായി, ഞാൻ അവിടെ പോയി വരികയാണ്. ഇത് നേരത്തെ എന്നോട് അറിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ 1-2 പരിപാടിയിൽ കൂടി പങ്കെടുക്കുമായിരുന്നു. ഏറ്റവും കറക്റ്റായ ഒരു മുദ്രാവാക്യമാണ് അത്. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും വേണ്ടതാണ്. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത നിങ്ങളെയൊക്കെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവിടുന്ന് വണ്ടി കയറിയത്. അത്ര നല്ല മുദ്രാവാക്യമാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾ മറന്ന് ഈ ചിന്ത നെഞ്ചിലേറ്റി ഈ മുദ്രാവാക്യവുമായി സഹകരിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പ്, എൽക്കാലത്തെയും നിലനിൽപ്പ് ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ധാരാളം ആളുകൾ പ്രസംഗിക്കാണ്ട്, ജാഥ ക്യാപ്റ്റൻ പ്രസംഗിക്കാണ്ട്, ജാഥയിലെ മറ്റ് നേതാക്കളായ എല്ലാവരും പ്രാസംഗികന്മാരാണ്. മുസ്ലിം ലീഗിനെയും മുസ്ലിം യൂത്ത് ലീഗിനെയും സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം, പ്രാസംഗികന്മാരുടെ ഒരു കുറവുമില്ലാത്ത വലിയൊരു പാർട്ടിയാണിത്. ആ നിലയിൽ ഈ പാർട്ടി വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ എല്ലായിടത്തും യുവാക്കൾ കൂട്ടത്തോടെ ഈ പാർട്ടിയിലേക്കാണ് കടന്നു വരുന്നത്. യുവാക്കൾക്ക് വിശ്വസിച്ച് കയറിയിരിക്കാൻ പറ്റിയ ഒരു പാർട്ടി ഇതാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമുക്കറിയാലോ, ഈ കഴിഞ്ഞ കോളേജ് ഇലക്ഷനുകളിൽ, യൂണിവേഴ്സിറ്റി കൗൺസിൽ ഇലക്ഷനുകളിൽ, അതിലൊക്കെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ ചുണക്കുട്ടികൾ എല്ലാ തലങ്ങളിലും ഇടം നേടിയിരിക്കുന്നു. കോഴിക്കോട് സർവകലാശാല കഴിഞ്ഞ 12 കൊല്ലം ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നിടത്തായിരുന്നില്ല. മുഴുവൻ നമുക്ക് ഭൂരിപക്ഷമുള്ള UDFന് ഭൂരിപക്ഷമുള്ള നിലയിൽ കൗൺസിലർമാരുണ്ടെങ്കിൽ പോലും അവിടെ ചെയർമാനെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമ്പോൾ UDFന്റെ കുട്ടികൾ തോറ്റുപോകും. ആ ഒരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ വേണ്ടി വന്നാൽ MSF ഒറ്റക്ക് നിന്നാലും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലിൽ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന അവസ്ഥയിലേക്ക് MSF എത്തിയിട്ടുണ്ട്. അത് മാത്രമോ, നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് മെമ്പർ ഇവിടെയുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ MSF കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? ഇത്തവണ അവിടെ കൗൺസിലിലേക്കും സെനറ്റിലേക്കും MSFന്റെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ കേരളം മുഴുവൻ വിദ്യാർത്ഥികളും യുവാക്കളും മുസ്ലിം ലീഗിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നയ നിലപാടുകൾ, അതിന്റെ നേതാക്കൾ എല്ലാ സാമൂഹ്യ തിന്മകൾക്കെതിരെയും മദ്യത്തിനെതിരെ മുസ്ലിം ലീഗ് ശക്തമായ നിലപാടെടുക്കുന്നു. എന്തിനധികം പറയുന്നു, സ്വകാര്യ ചടങ്ങായ വിവാഹ ധൂർത്തിനെതിരെ, ആഡംബരത്തിനെതിരെ, അതിന്റെ കോലാഹലങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് ശക്തമായ നിലപാടുമായി വന്നിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ വിവാഹങ്ങൾക്കെതിരെ നമുക്കറിയാം, ഈ ലോകത്ത് ഏറ്റവും പവിത്രമായി നടക്കുന്ന ചടങ്ങാണ് വിവാഹം. ഏത് മതക്കാരാണെങ്കിലും ശരി, അതിൽ മുസ്ലിമീങ്ങളുടെ വിവാഹ ചടങ്ങാണ് ഇങ്ങനെ അലങ്കോലമായ രൂപത്തിൽ. അതിലെ നിക്കാഹിനെ സംബന്ധിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു ചടങ്ങാണ്, അള്ളാഹുവിന് ആഹ്ലാദം ഉണ്ടാകുന്ന ചടങ്ങാണിത്. അള്ളാഹു ഈ വിവാഹം കണ്ടാൽ മലക്കുകളുമായി ഇതിന്റെ സന്തോഷം പങ്കുവെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദീനിന്റെ 2/3 ഭാഗം വിവാഹത്തോടു കൂടി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്, എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമുദായത്തിന്റെ ആളുകൾ ഒരു നിക്കാഹ് ചടങ്ങ്, നിക്കാഹാണ് വിവാഹത്തിന്റെ പ്രധാനമായ ചടങ്ങ്. അവിടെ വെക്കുമ്പോൾ, ആ ചടങ്ങ് നടക്കുമ്പോൾ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട്. അവിടെ വന്ന ആളുകളൊക്കെ അള്ളാഹുവിനോട് ഈ ദമ്പതികൾക്ക് ബർക്കത്ത് ചൊരിയ റബ്ബേ, ഇവർക്ക് നല്ല സന്താനങ്ങളെ കൊടുക്ക് റബ്ബേ, ഈ ലോകത്തിന് തന്നെ നേതൃത്വം നൽകുന്ന തരത്തിലുള്ള നല്ല പവിത്രമായ നല്ല മക്കളെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും കേൾക്കുവോ? മലക്കുകൾ, അതിൻ്റെ ബർക്കത്തിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ വിവാഹവേദിയുടെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന പറഞ്ഞത്. ഈ വട്ടമിട്ട് പറക്കാൻ സമ്മതിക്കോ? താഴത്ത് ചടക്കം പൊട്ടിച്ചിട്ടും അതുപോലെ തന്നെ ഈ വേദിയിലേക്ക് വരന്റെ ഒപ്പരം വരനെ പോലും മദ്യപിപ്പിച്ച്, വരന്റെ കൂടെ മദ്യപിച്ച് ആഭാസകരമായ രൂപത്തിൽ ചിലപ്പോൾ ട്രോളിയിൽ വരനെ കയറ്റി കൊണ്ടുവരുന്നത് കാണാം, ചിലപ്പോൾ കാളവണ്ടിയിൽ കാണാം വരൻ വരുന്നത്. ഒരു ദിവസം ഞാൻ ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു വരൻ വന്നത് നമ്മുടെ ഈ ഉന്തുവണ്ടിയിൽ വരനെ ഇങ്ങനെ കസാൽമേൽ ഇരുത്തി ഉഷാറായിട്ട് ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് ഒരു മാലക്കെട്ട് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു നല്ല ജാഥ വരുന്നത്, നല്ല ചെണ്ടൊക്കെ മുട്ടി, മുമ്പിൽ കുറേ ആളുകൾ ചെണ്ട മുട്ടുന്നുണ്ട്, മറ്റേതിന് മുമ്പിൽ ബാൻഡ് ഇട്ട്. ഞാൻ വിചാരിച്ച് നമ്മളവിടുത്തെ ഇതുപോലെയുള്ള മുസ്ലിം വിവാഹം വല്ലതുമായിരിക്കുന്ന. അവിടെ ഒരു പ്രായം ചെന്ന ആളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നോക്കുമ്പോൾ അവിടെ മൃതദേഹം കൊണ്ടുപോവുക ഈ രൂപത്തിൽ. തമിഴ്നാട്ടിൽ മൃതദേഹം കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ വരൻ വധുവിന്റെ വീട്ടിലേക്ക് യാത്രയാവുന്ന ചടങ്ങൊക്കെ കണ്ട് ഇങ്ങനെ ഒരവസ്ഥയിലെത്തിയ സമയത്ത് തലേ ദിവസം മകന്റെ സുഹൃത്തുക്കൾ കല്യാണത്തിന് വരണമെങ്കിൽ വാപ്പ
പള്ളിയിലെ വലിയാറാണെങ്കിൽ പോലും അവിടെ ഒരു കേസ് മദ്യം എത്തിച്ചു കൊടുക്കണം എന്നുള്ള അവസ്ഥ പല വിവാഹ ചടങ്ങുകളിലും ഉണ്ടാകുന്നു എന്ന ദുഃഖകരമായ അവസ്ഥ വേറെയുമുണ്ട്. എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് ഇവിടെ നടക്കുന്നത്. മതസംഘടനകളൊക്കെ പലതരത്തിലും ആലോചിച്ച് നോക്കി അത് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിലൊക്കെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അവർക്കൊന്നും തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, അവർക്കൊന്നും കൂടിയിരിക്കാൻ സാധിക്കുന്നില്ല. മുസ്ലിം ലീഗ് ശക്തമായി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ ചേർന്നപ്പോൾ വളരെ ശക്തമായി ഈ കാര്യത്തിൽ തീരുമാനമെടുത്തു. ഒരു തീരുമാനം അങ്ങ് എടുത്തു. ആർഭാട ധൂർത്ത് വിവാഹങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കുക, അതിനെല്ലാ മതസംഘടനകളും ഒന്നിക്കുക, അതിൻ്റെ നേതൃത്വപരമായ പങ്ക് മുസ്ലിം ലീഗ് നിർവഹിക്കുക എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തപ്പോൾ എല്ലാ മതസംഘടനകളും സ്വാഗതം ചെയ്തു. ഇപ്പൊ സമൂഹത്തിൽ വിവാഹം നടക്കുമ്പോൾ വിവാഹത്തിൽ എന്തെങ്കിലും ഒരു 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 ആർഭാടമോ അതല്ലെങ്കിൽ ഒരു ആഭാസമോ നടത്താൻ ബന്ധപ്പെട്ടവർക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥയിൽ ഈ സമൂഹം ഏതാനും മാസങ്ങൾക്ക് കൊണ്ട് എത്തി. ഇത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഈ സമൂഹത്തിലെ എല്ലാ സാമൂഹ്യ തിന്മകൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും അതിൻ്റെ എല്ലാ പോഷക സംഘടനകളും. അതിലേറ്റവും പ്രബലമായ സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ്. അതുപോലെ തന്നെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ട്രേഡ് യൂണിയൻ സംഘടന, മറ്റ് കർഷക സംഘം അടക്കമുള്ള എല്ലാ സംഘടനകളും, വനിതാ ലീഗ് അടക്കമുള്ള എല്ലാ സംഘടനകളും അവരുടേതായ പങ്ക് ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള മുസ്ലിം ലീഗിൻ്റെ ബന്ധപ്പെട്ടവരെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൽ അണിചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ഈ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടി കേരള സംസ്ഥാനത്ത് കാണാൻ സാധിക്കുകയും എല്ലാവർക്കും. അതുകൊണ്ട് ആ യുവാക്കളുടെ ഒഴുക്ക് ഈ സമൂഹത്തിലേക്ക്, ഈ സംഘടനയിലേക്ക് വമ്പിച്ച തോതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അണിചേരാൻ എല്ലാ വിഭാഗം ആളുകളും തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ ഹൃദയമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.